ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ ലോങ് ആയിട്ടൊരു ഡിസ്റ്റൻസ് സൈക്കിൾ ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ തലേ ദിവസം ട്യൂഷൻ എടുക്കുമ്പോൾ തന്നെ ഞാനും ശ്രീകുട്ടനും പിള്ളേരൊക്കെ ഇങ്ങനെ പല സ്ഥലങ്ങൾ പ്ലാൻ ചെയ്യായിരുന്നു. ബട്ട് പോവാത്തൊരു സ്ഥലത്ത് പോകണം എന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ട്യൂഷൻ കഴിഞ്ഞ് ശ്രീകുട്ടൻ വീട്ടിൽ ചെന്ന് ഞങ്ങളിങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചൊരു സ്ഥലം മനസ്സിൽ വിചാരിച്ചു. സഞ്ജുവിനും കാശിക്കും ഈ സ്ഥലം അറിയില്ല എവിടേക്കാണ് പോകുന്നതെന്നുള്ളത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ഈ 3 പിള്ളേരുടെയും ട്യൂഷൻ ടീച്ചറാണ്. ഞങ്ങൾ ഡെയിലി മോസ്റ്റ്ലി മിക്ക ദിവസങ്ങളും സൈക്ലിംഗ് ചെയ്യാറുണ്ട്. ഹോളിഡേയ്സ് ആകുമ്പോൾ ഞങ്ങൾ വളരെ ലോങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് പാലക്കാട് തന്നെ ചെയ്യാൻ ട്രൈ ചെയ്യും. ഈ വീഡിയോൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഞാൻ ഇവരെയും കൂട്ടിയിട്ട് ആദ്യമായിട്ട് 50 കിലോമീറ്റർ ചവിട്ടണം എന്നുള്ള മൈൻഡായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഐ ഡോണ്ട് നോ വെദർ ദേ ഡു ദാറ്റ്, ബട്ട് ഐ ബിലീവ്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി ചന്ദ്രനാറെത്തി. ചന്ദ്രനാറെത്തി റോഡ് സ്മൂത്താണ്, രാവിലെയാണ്, ഒരിത്തിരി തണുപ്പുണ്ട്, നല്ല ട്രാഫിക് കുറവാണ്. അത് മോസ്റ്റ്ലി നല്ല വൈബാണ്. രാവിലെ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വന്ന് ഈ ടൗണിലെ രാവിലത്തെയൊക്കെ കാഴ്ചകളുണ്ട്, അതൊക്കെ ഭയങ്കര രസമാണ്. അതൊക്കെ കണ്ട് ഞങ്ങൾ ആദ്യത്തെ ഒരു ചെറിയ ബ്രേക്ക് എടുത്തു. നിനക്കോ? എനിക്ക് വഴി അറിയോ? ഞാനും അതാണ്. അല്ലടാ, കോഴിക്കോട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ പിള്ളേർക്ക് എവിടേക്കാണ് പോകുന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ നിങ്ങൾ കണ്ട ബിൽഡിങ്ങാണ് പാലക്കാട് മെഡിക്കൽ കോളേജ്. അങ്ങനെ എവിടേക്കാണെന്ന് ഒരു നിശ്ചയമില്ലാണ്ട് ഞാൻ എന്താണോ പറയുന്നത് അതും ഫോളോ ചെയ്ത് അവർ എൻ്റെ ഒപ്പം തന്നെ ചവിട്ടുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഡെയിലി ചവിട്ടി അവരിപ്പം അവരുടെ കാലിലെ മസിലൊക്കെ അത്രയും സെറ്റായി. അങ്ങനെ ഞങ്ങൾ യാക്കര ബ്രിഡ്ജൊക്കെ കയറി ഈ സൺറൈസൊക്കെ കണ്ട്, ഇതൊക്കെ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന കാര്യമാണ്. നമ്മൾ രാവിലെ എണീറ്റ് സൈക്കിൾ ചെയ്യുക, എത്ര ദൂരം ചെയ്യണമെന്നുള്ളതല്ല, ബട്ട് യു ആർ ഡൂയിങ് ദാറ്റ്. അത് ഈ കുട്ടികൾ ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നുണ്ട്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. അങ്ങനെ നമ്മുടെ പാലക്കാട് ലുലു മാള്, കണ്ണാടി, കാഴ്ചപ്പറമ്പ് ആ റോട്ടിലേക്ക് ഞങ്ങൾ കയറി. ഞാൻ പണ്ടെപ്പോഴോ ബൈക്കിൽ ഈ റോട്ടിലേക്ക് പോയതല്ലാതെ സൈക്കിളിൽ പോയിട്ട് എനിക്കൊരു പരിചയമില്ല. അപ്പോൾ ഈ റോഡിൽ പോകുമ്പോൾ എനിക്കറിയാം ഈ വഴി എവിടേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടതെന്ന് അറിയാം, ബട്ട് സ്റ്റിൽ അതിൻ്റേതായ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 3-4 കിലോമീറ്റേഴ്സ് പോയതിന് ശേഷം ഒരു ജംഗ്ഷനിലെത്തി. ഒരു പ്രായമുള്ള അങ്കിളുടെ അടുത്തൊക്കെ ചോദിച്ച് വഴിയൊക്കെ മനസ്സിലാക്കി ഞങ്ങൾ കൊടുവായൂർ റൂട്ടിലേക്ക് ഞങ്ങൾക്ക് കയറണം. അങ്ങനെ ഞാൻ ഇതുവരെ സൈക്കിളിൽ പോകാത്തൊരു റൂട്ടാണ്. ഐ എൻജോയ്ഡ് ദ റൈഡ്. അവിടെയുള്ള കാഴ്ചകളും പിന്നെ പാലക്കാടിൻ്റേതായ ഭംഗികൾ. 12 കിലോമീറ്റർ നമ്മൾ ചവിട്ടിയിടാ. എങ്ങനെയുണ്ട് സൈക്കിൾ മാറ്റിയ? സ്മൂത്തായി പോകണ്ട. ഈ ലൊക്കേഷൻ എങ്ങനെയുണ്ട് സഞ്ജു? സൂപ്പറായിട്ടില്ലേ ഗൈസ്? പൊള്ളാച്ചി റോട്ടിലൊക്കെ കാണും പോലെ. അപ്പോൾ അങ്ങനെ ലൊക്കേഷൻ നല്ല ഇഷ്ടമായില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലൊക്കേഷൻ ഇഷ്ടമായി, എനിക്ക് ആ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇഷ്ടമായത്. ഞാൻ ക്യാമറ ഉടനെ ശ്രീകുട്ടനെ കൊടുത്തിട്ട് പറഞ്ഞു, ഞാനൊരു റൈഡ് ചെയ്ത് വരാം, നീ ഒരു വീഡിയോ എടുക്കണം. എടുത്തു. ഐ ജസ്റ്റ് ഹാഡ് എൻ മെമ്മറി ദേ. അങ്ങനെ ഇപ്പോൾ നിങ്ങളെ വീഡിയോയിൽ ഒരു നീല ഓട്ടോ പോയതുണ്ടല്ലേ, അതാണ് കൊടുവായൂർ റോഡ്. അപ്പോൾ ഇതുവരെ റൈഡ് ഓൾമോസ്റ്റ് 15 കിലോമീറ്റേഴ്സ് ഞങ്ങൾ ചവിട്ടി. കുഴപ്പമില്ല, കാരണം വളരെ സ്ട്രെയിറ്റ് റോഡ്, ഒരുപാട് കയറ്റവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ചവിട്ടി കൊടുവായൂർ ആ ഒരു മാർക്കറ്റ്, ആ ഒരു ചെറിയ റോഡുണ്ട്, അതൊരു പ്രത്യേക രസമാണ്. ആ റോഡിൽ ബൈക്കിൽ പോയാലും ശരി, സൈക്കിളിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആൾക്കാരൊക്കെ കാണാം. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ 3-4 പിള്ളേർ സൈക്കിളിലൊക്കെ വരുന്നു. രാവിലെ ആ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പോകുമ്പോൾ ഭയങ്കര രസം. ഒരു ചെറിയ ചന്ത പോലെയാണ് അവിടെ. അങ്ങനെ ആ ഒരു കയറ്റമൊക്കെ ഇറങ്ങി ഞങ്ങൾ നേരെ അടുത്തൊരു ജംഗ്ഷനിലെത്തി. ഈ കൊടുവായൂർ പല്ലാവൂർ ആ ഒരു റോഡിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ എവിടെയാണെന്ന്. പിന്നെ കാശിയാണ് ഞങ്ങളുടെ മെയിൻ. അവൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെയൊക്കെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. നേരെ വെച്ച് പിടിച്ചു. അപ്പം ഞങ്ങൾക്ക് പോകേണ്ടത്, നിങ്ങൾക്കൊക്കെ പാലക്കാട് വളരെ ഫേമസ് ആയിട്ടുള്ള കാർഗിൽ ടോഡി ഷോപ്പുണ്ട്, അല്ലെങ്കിൽ കാർഗിൽ കള്ള് ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയി
രാവിലെ നല്ല ചൂട് പൊറോട്ടയും ബീഫും കഴിക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ ഏകദേശം അത് തുറക്കുന്ന ടൈം, അതായത് ഒരു 8 മണി ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. പിന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ടായി, അതിപ്പോൾ പറയും. ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങൾ ഹോട്ടലിൽ ചെന്നപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു, മക്കളെ പൊറോട്ടയും ബീഫൊന്നും ആയിട്ടില്ല, അതൊക്കെ ഇനി 9:30 ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി. ഇത്രയും ദൂരം ചവിട്ടി വന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല. പക്ഷേ ഞങ്ങൾ ആരും അത് വിട്ടില്ല. എവിടെ നിന്നെങ്കിലും നല്ല കടയിൽ നിന്ന് പൊറോട്ടയും ബീഫും തിന്നുന്നുള്ള ഒറ്റ മൈൻഡായിരുന്നു, എത്ര ദൂരം ചവിട്ടാനാണെങ്കിലും. പക്ഷേ ബിക്കോസ് ഇത്രയും നേരം ഞങ്ങൾ അത്ര ടയർഡായിട്ടില്ല. പിന്നെ സമയം 8:30 ആയി തുടങ്ങി, നല്ല വെയിലായി തുടങ്ങി. തിരിച്ച് ചവിട്ടാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. പിന്നെയും തിരിച്ച് 15 കിലോമീറ്ററൊക്കെ ചവിട്ടണം. അങ്ങനെ വഴിയിൽ കാണുന്ന ഓരോ ഹോട്ടലിൽ കയറി അവിടെ എന്താ കഴിക്കാനുള്ള ചോദിക്കുമ്പോൾ അവർ ഇഡ്ഡലി സാമ്പാർ എന്നൊക്കെ പറയുമ്പോൾ കാശ് ഇങ്ങനെ തൊഴും. അങ്ങനെ ഞങ്ങൾ വീണ്ടും ചവിട്ടി പാലക്കാട് ടൗണിൽ വന്നിട്ട് ഏതെങ്കിലും കടയിൽ നിന്നൊക്കെ കഴിക്കുക എന്നുള്ള രീതിയിൽ വിചാരിച്ചു. കാരണം ചോദിക്കുന്ന ഒരു ഹോട്ടലും പൊറോട്ട ആയിട്ടില്ല. സോ ഭയങ്കരമായിട്ട് ടയേർഡായി തുടങ്ങി, നല്ല ചൂടായി, ലിറ്ററലി പറഞ്ഞാൽ നല്ല ടയേർഡായി. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ദി മോസ്റ്റ് ഫേവറേറ്റ് സ്ഥലത്ത് വന്നു. ഐ ഹോപ്പ് നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായിട്ടുണ്ടാവുന്നു, സെൽവേട്ടിൻ്റെ ചായക്കടയിൽ. സീ ഗൈസ്, ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾ പോയത് കൊടുവായൂർ. അവിടെ നിന്ന് പിന്നെയും 10-15 കിലോമീറ്റർ ചവിട്ടിയാൽ സെൽവേട്ടിൻ്റെ ചായക്കടയിൽ എത്തുള്ളൂ. പക്ഷേ ഈ പിള്ളേർ അത്രയും ഡിറ്റർമിൻഡ് ആയിരുന്നു. അതായത് എത്ര ചവിട്ടിയാലും ശരി ഞങ്ങൾക്ക് ഈ പൊറോട്ടയും ബീഫും ഈ പഴംപൊരിയും വേണം. ആൻഡ് ഇത് കഴിച്ചപ്പോൾ കിട്ടിയ ഒരു സുഖം എൻ്റെ അമ്മയെ, കാരണം അത്ര ടയേർഡായിരുന്നു, ഇൻക്ലൂഡിങ് മീ. ഭയങ്കര ടയർഡ്. സഞ്ജുവിൻ്റെ ഒക്കെ മുഖത്ത് കണ്ട ആ സന്തോഷം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ടേസ്റ്റ് ആയിരുന്നു അറിയാം പഴംപൊരിയും ഈ ചുടിചുടാന്നുള്ള ബീഫും. എങ്ങനെയുണ്ടടാ ഭക്ഷണം കഴിച്ചിട്ട് കാശി? ഹാപ്പി ആയി. ഫുഡ് കഴിച്ചപ്പോൾ നല്ല സമാധാനല്ലേ? ജിൽജിലാന്നായി. ഇനി കൈലാസ് നഗറിലേ നിർത്തുള്ളൂ കേട്ടോ വണ്ടി. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അവരുടെ സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ ഈ ഒരു കാര്യം ഇവർ ചവിട്ടി ഏൺ ചെയ്തെടുത്താണ്. കാരണം അവർ അത്രയും ഡിറ്റർമിൻഡ് ആയിരുന്നു. സംഗീതമായിട്ട് എവിടെ നിന്നാണെങ്കിലും നമ്മൾ ഈ പൊറോട്ടയും ബീഫിൽ നിന്ന് കഴിക്കും. ആൻഡ് ലിറ്ററലി പറഞ്ഞില്ലേ, 50 കിലോമീറ്റർ ചവിട്ടിയിട്ടാണ് ഈ വന്നിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ബിഗ് തിങ്. രാവിലെ എണീറ്റ് 50 കിലോമീറ്റർ സൈക്കിൾ ഓട്ടുക. ഇനി ഗസ് എത്ര കിലോമീറ്റർ ചവിട്ടിന്ന്? 51. ഇല്ല, ഇതിൽ നോക്കണം. അടിപൊളിയായിരുന്നില്ലേ? അപ്പം എങ്ങനെ കൊച്ചിക്ക് സൈക്കിളിൽ പോവല്ലേ? ഈ സൈക്കിൾ അല്ലായിരുന്നെങ്കിൽ കാശിന്ന്. സോ പുതുശ്ശേരി തുടങ്ങിയ ഒരു യാത്ര കൊടുവായൂർ ഒരു കടയിൽ ചെന്ന് ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ച് നടക്കാൻ, കൊടുവായൂരിൽ നിന്ന് തിരിച്ച് കല്ലേക്കാട് വരെ ചവിട്ടി പോയി ആഗ്രഹിച്ച ഭക്ഷണം കഴിച്ച് വന്നവരാണ് ഈ പുറകിലെ 3 എണ്ണം. ഞാൻ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞാണ് ഇവരെയും കൊണ്ട് ഞാൻ 50 കിലോമീറ്റർ പോകുന്നത്. അത് ഇവർ എനിക്ക് പ്രൂവ് ചെയ്ത് തന്നു. ആൻഡ് ഐ ബിലീവ്ഡ് ഇൻ ദം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. ടേക്ക് കെയർ.